ഇനിയുള്ള നമ്മുടെ ലക്ഷ്യസ്ഥാനം വേമ്പനാട് കായലിന്റെ മധ്യത്തിനായുള്ള സ്വാഭാവിക നദീജന്യ ദ്വീപ് പാതിരാമണലാണ്. പാതിരാമണലിലേക്കാണ് നമ്മൾ യാത്രയാവുന്നത്. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നത് കുട്ടനാടിന്റെ കാർഷിക മേഖലയുടെ ഒരു കേന്ദ്ര മേഖലയാണ് ഈ ഒരു പ്രദേശം. വലതുഭാഗത്ത് കാണുന്ന കാർഷിക പ്രദേശം, നമ്മൾ ഭക്ഷണം കഴിച്ച ആ റെസ്റ്റോറന്റ് നിൽക്കുന്നതുമായ ആ കാർഷിക പ്രദേശം വലതുഭാഗത്ത് കാണുന്നു. R ബ്ലോക്ക് എന്നാണ് അതിന് പറയുന്ന പേര്. 1400 ഏക്കറിന് മുകളിൽ വിസ്തൃതിയുള്ള ഒരു വലിയ ഭൂപ്രദേശമാണ് ഈ R ബ്ലോക്ക്. കുട്ടനാട് നമുക്കറിയാം കേരളത്തിന്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. ആയിരക്കണക്കിന് ഹെക്ടറിലാണ് നെൽകൃഷി നടക്കുന്നത് കുട്ടനാട്ടിൽ നിന്നും ആകെ ഓരോ വർഷവും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നെല്ലിന്റെ അളവെന്ന് പറയുന്നത് 2.5 ലക്ഷം ടൺ നെല്ലാണ് കുട്ടനാട്ടിൽ നിന്നും. ആയിരക്കണക്കായ പാടശേഖരങ്ങളിലൂടെ, ആയിരക്കണക്കായ ഹെക്ടർ നിലങ്ങളിലൂടെ നിന്നും ഇത്രയും വലിയ നെല്ലുൽപാദനമാണ് ഇവിടെ നടക്കുന്നത്. ആ കാർഷിക മേഖലയുടെ കേന്ദ്ര മേഖലയായിരുന്നു ഈ R ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു 30 വർഷം മുമ്പ് വരെ. പക്ഷെ ഇവിടെ R ബ്ലോക്കിന്റെ പ്രത്യേകത നെൽകൃഷി അല്ലായിരുന്നു. ഇവിടെ പ്രധാനമായും തെങ്ങ് കൃഷിയും ഇടവിളയായി കപ്പയും കാപ്പിയും കൊക്കോയും കവുങ്ങും കുരുമുളകും വാഴയും എല്ലാം സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന ഒരു മേഖലയാണ് ഈ R ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതുകൂടാതെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തെങ്ങിൻ കല്ല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ 10,000-ഓളം ചെത്ത് തെങ്ങുകളും 12,000-ഓളം ചെത്ത് തൊഴിലാളികളും ഒക്കെയായി ഒരു കാർഷിക സമൃദ്ധിയുടെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു R ബ്ലോക്കിന്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു 30 വർഷം മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇവിടുത്തെ കൃഷിയെല്ലാം നശിച്ചു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് അതേ രീതിയിൽ ആ കൃഷി പുനരുജ്ജീവിപ്പിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് R ബ്ലോക്കുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. 1400 ഏക്കറാണ് വിസ്തൃതി. ഇടതുഭാഗത്ത് മാർത്താണ്ഡം എന്ന പേരുള്ള ഒരു പാടശേഖരമാണ്. ഇപ്പോൾ മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് പാടശേഖരമായിട്ട് ഫീൽ ചെയ്യാത്തത് നമുക്ക്. അത് നെൽപ്പാടശേഖരമാണ്. 2 മാസങ്ങൾ മുമ്പ് വരെ 2 മാസം മുമ്പാണ് അവിടെ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നത്. അപ്പോൾ മഴവെള്ളം നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാടശേഖരം, മാർത്താണ്ഡ പാടശേഖരം, 800 ഏക്കറോളം വരുന്ന ഒരു പാടശേഖരം. കുട്ടനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാടശേഖരം കൂടിയാണ് ഈ മാർത്താണ്ഡം. നമ്മളൊരു 10-15 മിനിറ്റിനുള്ളിൽ വിശാലമായ വേമ്പനാട് കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായലിന്റെ ആ ഒരു വിശാലമായ മനോഹാരിതയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതേ കായൽ തന്നെ, അതേ വേമ്പനാട് കായൽ തന്നെയായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം. നമ്മുടെ പൂർവികരായ മനുഷ്യർ ഒരു 1085 വർഷങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു 10-90 വർഷങ്ങൾക്ക് മുമ്പ് 1940-കളിൽ 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ കാർഷിക മേഖലയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ പൂർവികരായ മനുഷ്യർ കഠിനാധ്വാനം ചെയ്ത് വേമ്പനാട് കായൽ നികത്തി നിർമ്മിച്ചെടുത്തതാണ് ഈ പാടശേഖരങ്ങളൊക്കെ. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായ ഫുഡ് ഷോർട്ടേജ്, ഭക്ഷ്യക്ഷാമം, ഒരുപക്ഷെ ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ അറിവുള്ളതായിരിക്കും. ലോകം മുഴുവനും ഉണ്ടായ ഭക്ഷ്യക്ഷാമം. ആ ഭക്ഷ്യക്ഷാമം മൂലം ആയിരക്കണക്കിന് പേരാണ് ലോകം മുഴുവനും മരണപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് ബംഗാളിലെന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. നമ്മുടെ അന്നത്തെ തിരുവിതാംകൂറിലും 100 കണക്കിന് മനുഷ്യരാണ് മരണപ്പെട്ടത് പട്ടിണി മൂലം. ഭക്ഷണം കിട്ടാതെ, ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടായ ഭക്ഷ്യക്ഷാമം മൂലം ഭക്ഷണം കിട്ടാതെ മരണപ്പെടുന്നത് കണ്ട് അന്ന് നാട് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ഭക്ഷ്യക്ഷാമം അടിയന്തരമായി പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായി നാട് നീളെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇവിടെ കുട്ടനാട്ടിലും ഇവിടുത്തെ പൗരപ്രമുഖരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. അന്ന് ആ യോഗത്തിൽ ഇവിടുത്തെ പൗരപ്രമുഖരിൽ പ്രമുഖനായിരുന്ന മുരിക്കുംമൂട്ടിൽ ജോസഫ്, മുരിക്കൻ എന്ന പേരിൽ പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന കാവാലം സ്വദേശിയായ, കുട്ടനാട്ടിലെ ഒരു പ്രസിദ്ധ സ്ഥലമാണ് കാവാലം, ആ കാവാലം സ്വദേശിയായ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്, ഈ മുരിക്കുംമൂട്ടിൽ ജോസഫ് എന്ന പേരുള്ള വ്യക്തി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് തിരുവിതാംകൂർ മഹാരാജാവിന് മുന്നിൽ വേമ്പനാട് കായൽ നികത്തി നെൽപ്പാടശേഖരങ്ങൾ നിർമ്മിച്ച് നെൽകൃഷി ചെയ്ത് ഈ ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാമെന്നൊരു നിർദ്ദേശം മഹാരാജാവിന് മുന്നിൽ സമർപ്പിക്കുകയും ആ നിർദ്ദേശം മഹാരാജാവ് അംഗീകരിച്ചതിനെ തുടർന്ന് രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 16,000-ഓളം തൊഴിലാളികളെ ഇവിടെ സംഘടിപ്പിച്ച് അവരുടെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായി 4 വർഷത്തോളം 16,000-ഓളം തൊഴിലാളികൾ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് വേമ്പനാട് കായൽ നികത്തി നിർമ്മിച്ചെടുത്ത നെൽപ്പാടശേഖരങ്ങളാണ് ഇടത് വലത് ഭാഗങ്ങളിലും ഇനി മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ നമുക്ക് കാണുവാനാവുക. കുട്ടനാട്ടിലെ 90% പാടശേഖരങ്ങളും ഇത്തരത്തിൽ വേമ്പനാട് കായൽ നികത്തി നിർമ്മിച്ചെടുത്തവയാണ്. ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ 10, 30, 40 അടി നീളമുള്ള തെങ്ങിൻ കുറ്റികൾ 4ആയി പിളർന്ന് അഗ്രഭാഗം കൂർപ്പിച്ച് കായലിൽ വരിവരിയായി താഴ്ത്തി അവ തമ്മിൽ മുളകൾ കൊണ്ട് ബന്ധിപ്പിച്ച് കായലിൽ നിന്ന് തന്നെ കുത്തിയെടുക്കുന്ന ചെളിയും മണലും ഒക്കെ നിറച്ച് ആ തരത്തിൽ എല്ലാ പാടശേഖരങ്ങളുടെയും ചുറ്റും കായലിൽ മൺചിറകൾ ആദ്യം നിർമ്മിച്ചു. അതിനുശേഷം ഉള്ളിലുള്ള വെള്ളം യന്ത്രങ്ങളുടെ സഹായമില്ലാതിരുന്ന കാലത്ത് ചവിട്ട് ചക്രങ്ങൾ,
പഴയ ആൾക്കാർക്കൊക്കെ ചവിട്ടുചക്രങ്ങളെ കുറിച്ചൊക്കെ അറിവുള്ളതാകുമെന്ന് കരുതുന്നു. ആയിരക്കണക്കായ എണ്ണം ചവിട്ടുചക്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പൂർവികരായ മനുഷ്യരുടെ കഠിനാധ്വാനം, കായിക ശേഷി ഒന്നുകൊണ്ട് മാത്രം ഉള്ളിലെ വെള്ളം പുറത്തേക്ക് വറ്റിച്ചു കളഞ്ഞ് ആ തരത്തിൽ കൃഷിയോഗ്യമാക്കിയെടുത്ത പാടശേഖരങ്ങളാണ് കുട്ടനാട്ടിലുള്ളത്. നമ്മളിപ്പോൾ കാണുന്നതൊക്കെ അന്ന് നിർമ്മിച്ച ആ മൺചിറകൾ, തെങ്ങിൻ കുറ്റികളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച മൺചിറകൾ കാലാന്തരത്തിൽ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കരിങ്കൽ പിച്ചിങ് ഒക്കെ നിർമ്മിച്ച് കെട്ടി നിർത്തിയിരിക്കുന്നതാണ് നമുക്കിപ്പോൾ ഇടത് ഭാഗത്തൊക്കെ കാണുവാനാവുന്നത്. ആ തരത്തിൽ നമ്മുടെ പൂർവികരായ മനുഷ്യർ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ പട്ടിണി മാറ്റുവാനായി ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇന്നും ഓരോ വർഷവും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നെല്ലിന്റെ അളവാണ് നേരത്തെ സൂചിപ്പിച്ചത്. 2.5 ലക്ഷം ടൺ നെല്ലാണ് ഓരോ വർഷവും കുട്ടനാട്ടിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ ഇപ്പോഴും നമ്മുടെ ഭക്ഷ്യക്ഷാമം അകറ്റുന്നതിനായ ഒരു കാലത്ത് യാതൊരുവിധ ടെക്നോളജികളും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ പൂർവികരായ മനുഷ്യർ കടലോളം വലിപ്പമുള്ള കായലിൽ അവർ കൃഷി ചെയ്യാമെന്ന്, അല്ലെങ്കിൽ അതിന് കാണിച്ച ആ ഒരു ധൈര്യം, അവരുടെ ഒരു മനസാന്നിധ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു കഠിനാധ്വാനത്തെ ഏറെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ടല്ലാതെ, ആദരവോടുകൂടി സ്മരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുവാനാവില്ല. ഇപ്പോൾ മാർത്താണ്ഡം പാടശേഖരം പിന്നിടുന്നു, ഇടത് ഭാഗത്ത് 6 ബ്ലോക്ക് പിന്നിടുന്നു. ഇനി അടുത്തതായി ഇടത് ഭാഗത്ത് വരുന്നത് റാണി പാടശേഖരമാണ്. വലത് ഭാഗത്ത് അടുത്തതായി വരുന്നത് ചിത്തിര പാടശേഖരമാണ്. ചിത്തിര. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പള്ളി നിങ്ങൾക്ക് കാണുവാനാകാം. ഹൗസ് ബോട്ടുകൾ കിടക്കുന്നത് കൊണ്ട് പള്ളി കാണുവാൻ ഇപ്പോൾ പറ്റുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു പള്ളി കാണുവാൻ പറ്റും. ചിത്തിര പള്ളി എന്നാണ് ആ പള്ളിയുടെ പ്രാദേശിക നാമം. ബത്ലഹേം ചർച്ച് എന്നാണ് ഔദ്യോഗിക നാമം. 1941 ഇത് നിർമ്മിച്ചത്. കുട്ടനാടൻ കാർഷിക മേഖലയുടെ ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു ചരിത്ര നിർമ്മിതി കൂടിയാണ് കുട്ടനാട്ടിലെ ചിത്തിരപ്പള്ളി. ഇവിടെ അന്ന് താമസിച്ച് ജോലി ചെയ്തിരുന്ന 1940കളിൽ ഈ പാടശേഖരങ്ങൾ നിർമ്മിക്കുന്നതിനായി താമസിച്ച് ജോലി ചെയ്തിരുന്ന ആ തൊഴിലാളികൾ അവരുടെ വിശ്വാസപരമായ ആചരണത്തിനായി, അവരുടെ ആരാധനയ്ക്കായി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നേരത്തെ പറഞ്ഞ മുരിക്കുംമൂട്ടിൽ ജോസഫ്, മുരിക്കൻ എന്ന പേരിൽ ഈ കാർഷിക മേഖലയുടെ, കുട്ടനാടൻ കാർഷിക മേഖലയ്ക്ക് അടിത്തറ പാകിയ അദ്ദേഹമാണ് ആ പള്ളിയും നിർമ്മിച്ചത്. 1941 ഈ ചിത്തിരപ്പള്ളി നിർമ്മിച്ചത്. നിരവധിയായ മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പള്ളി കൂടിയാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ ചിത്തിരപ്പള്ളി സെർച്ച് ചെയ്താൽ ഒരുപാട് ആകാശ ക്യാമറകളൊക്കെ ഉപയോഗിച്ചുള്ള, ഡ്രോൺ വിഷ്വലുകളൊക്കെ ഉപയോഗിച്ചുള്ള വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബോട്ട് അല്പം കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ ചിത്തിരപ്പള്ളി നിങ്ങൾക്ക് കാണുവാനാകും. ഈ പ്രദേശത്തൊന്നും ആൾതാമസമില്ല, ജനവാസമില്ലാത്ത മേഖലയാണ്. അവിടെ പ്രത്യേകിച്ച് ആരാധനയൊന്നുമില്ല. പക്ഷേ കുട്ടനാടൻ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര നിർമ്മിതി ആയതുകൊണ്ട് തന്നെ ആ ചിത്തിരപ്പള്ളി ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോരുകയാണ്. അവിടെ ഒരു 2 ശവക്കല്ലറകൾ അനാഥമായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഈ മുരിക്കുംമൂട്ടിൽ ജോസഫ് എന്ന പേരുള്ള കുട്ടനാടൻ കാർഷിക മേഖലയ്ക്ക് അടിത്തറമാകിയ അദ്ദേഹം നിർമ്മിച്ച പള്ളിയിൽ അവിടെ തന്നെ അടക്കം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം. നമ്മുടെ സർക്കാർ, സംസ്ഥാന സർക്കാർ ഭൂപരിഷ്കരണ നിയമത്തെ കുറിച്ചൊക്കെ അറിവുള്ളതായിരിക്കും ചിലർക്കെങ്കിലും. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതോടുകൂടി സർക്കാർ ഈ പാടശേഖരങ്ങളെല്ലാം ഏറ്റെടുത്തതോടുകൂടി, ഈ മുരിക്കുംമൂട്ടിൽ ജോസഫിന്റെ അധീനതയിലായിരുന്നു ഈ പാടശേഖരങ്ങളെല്ലാം. സർക്കാർ ഇത് ഏറ്റെടുത്തതോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറി താമസിക്കുകയാണ് ഉണ്ടായത്. 1974 അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരാൻ സാധിച്ചില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു മരണം. അവിടെ തന്നെയാണ് ഭൗതിക ശരീരം സംസ്കാരവും നടന്നത്. അതുകൊണ്ട് തന്നെ ശവക്കല്ലറകൾ ഇപ്പോഴും അവിടെ അനാഥമായി അവശേഷിക്കുകയാണ്. 2024 ഡിസംബർ മാസം 9 അദ്ദേഹത്തിന്റെ 50ാമത് ചരമവാർഷിക ദിനമായിരുന്നു. അന്നേ ദിവസം മലയാളത്തിലെ മുഖ്യധാര പത്രങ്ങളായ മലയാള മനോരമയും മാതൃഭൂമിയും ഈ മുരിക്കുംമൂട്ടിൽ ജോസഫിനെയും കുട്ടനാടൻ കാർഷിക മേഖലയെയും കുറിച്ച് വലിയ ആർട്ടിക്കിളുകൾ ആ ചരമവാർഷിക ദിനത്തിൽ 2 പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചിരുന്നു. ചിലരെങ്കിലും വായിച്ചു കാണുമെന്ന് കരുതുകയാണ്. അപ്പൊ നമ്മൾ കുട്ടനാടൻ കാർഷിക മേഖലയുടെ പ്രധാനപ്പെട്ട ഏരിയയിലൂടെ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ വലത് ഭാഗത്ത് ചിത്തിര പാടശേഖരം 900 ഏക്കറാണ് വിസ്തൃതി. ഇടത് ഭാഗത്ത് റാണി പാടശേഖരം. ഈ മാർത്താണ്ഡം, റാണി, ചിത്തിര കുട്ടനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ പാടശേഖരങ്ങളാണ്. ഈ പേര് വരുവാൻ വ്യത്യസ്തമായ പേരുകൾ നമ്മുടെ രാജാക്കന്മാരോ തിരുവിതാംകൂർ ഭരണാധികാരികളോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. മാർത്താണ്ഡവർമ്മ, അമ്മ മഹാറാണി, ശ്രീ ചിത്തിര തിരുനാൾ, ഇവരോടൊക്കെയുള്ള ആദര സൂചകമായിട്ടാണ് ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. 100 പാടശേഖരങ്ങൾ വേറെയുമുണ്ട് കുട്ടനാട്ടിൽ. അവയ്ക്കെല്ലാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആൽഫബറ്റിക് ഓർഡറിലാണ് പേരുകൾ. പണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണകാലത്ത് നൽകിയ പേരുകളാണ് ഇവയൊക്കെ. ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിച്ച 6 ബ്ലോക്ക് മേഖല, 6 ബ്ലോക്ക്, സി ബ്ലോക്ക്, ബി ബ്ലോക്ക്, എ ബ്ലോക്ക്, അങ്ങനെ ബ്ലോക്കുകളായി തിരിച്ചാണ് പാടശേഖരങ്ങളുടെ പേരുകളെങ്കിൽ ഈ 3 പാടശേഖരങ്ങൾ മാത്രമാണ് ഈ വ്യത്യസ്തമായ പേരുകളുള്ളത്.
ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുട്ടനാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്.